പൊളിറ്റിസൈസ് ചെയ്യുന്നതിൻ്റെ പുറകിലൊരു ഗൂഢാലോചനയുണ്ട്. പൊളിറ്റിസൈസ് ചെയ്യാണിപ്പോൾ. ഈ സമാജ്വാദി പാർട്ടി എന്താണ് ഈ ക്ഷേത്രത്തോട് കാണിച്ചത് നമ്മൾ ആദ്യം അറിയണം. അതായത് ആ ക്ഷേത്രത്തിന് വേണ്ടി പൊരുതിയ കരസേവകരെ വെടിവെച്ചു വന്ന പാർട്ടിയാണ് സമാജ്വാദി പാർട്ടി. ശബരിമലയിൽ വിശ്വാസികളുടെ വികാരം വ്രണപ്പെട്ടു, അവർ വഞ്ചിക്കപ്പെട്ടു എന്ന് തോന്നലുണ്ടായപ്പോൾ രാപ്പകലില്ലാതെ പ്രതിഷേധിക്കാൻ മുന്നിൽ നിന്ന വ്യക്തിയാണ് താങ്കൾ. സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് താങ്കൾ. അയോധ്യയിൽ നിന്ന് കോടികളുടെ തട്ടിപ്പിന്റെ വാർത്ത വരുമ്പോൾ വിശ്വാസി എന്ന നിലയിൽ വേദനയുണ്ടോ? തീർച്ചയായിട്ടും വേദനയുണ്ട്. അത് ശബരിമലയോ അയോധ്യയോ മാത്രമല്ല, ഏത് ഹിന്ദു ക്ഷേത്രത്തിൻ്റെ വിഷയമായാലും ശരി, ആ ക്ഷേത്രത്തിന് എന്തെങ്കിലും സംഭവിക്കുക, അല്ലെ ആചാരങ്ങൾക്ക് ഭംഗം വരിക, അതല്ലെങ്കിൽ ഇത്തരം മോഷണം, എല്ലാത്തിലും തീർച്ചയായിട്ടും ഞാൻ മാത്രമല്ല എല്ലാ ഹൈന്ദവ വിശ്വാസികളും വേദനിക്കുന്നവർ തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് അതിൻ്റെ പിന്നിലുള്ളത്, ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്, ആ കുറ്റക്കാരെ കണ്ടുപിടിക്കുകയും അവരെ വേണ്ട തരത്തിൽ ഭാരതത്തിൻ്റെ നിയമസംഹിത അനുസരിച്ച് ശിക്ഷിക്കുകയും ചെയ്യുക. മാത്രമല്ല, അത്തരം എന്തെങ്കിലും മോഷണമോ അപഹരണമോ നടന്നിട്ടുണ്ടെങ്കിൽ അത് തിരികെ എത്തേണ്ടിടത്ത്, അതായത് ദേവന്റെ സ്വത്താണ്, തിരികെ എത്തേണ്ടിടത്ത് എത്തുക എന്നുള്ളതും ഞാൻ മാത്രമല്ല എല്ലാ വിശ്വാസികളുടെ ആവശ്യം തന്നെയാണ്. രൂപീകരിച്ച SIT തന്നെ ഈ ദിവസത്തിനുള്ളിൽ കണ്ടെത്തുന്നുണ്ട് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. CCTV ദൃശ്യങ്ങളിൽ അത് വളരെ വ്യക്തവുമാണ്. തീർച്ചയായിട്ടും അത് യാതൊരു സംശയമില്ല. കാരണം ഈ മോഷണം ആദ്യമേ കണ്ടുപിടിച്ചത് തന്നെ ട്രസ്റ്റാണ്. അല്ലാതെ നമ്മളിപ്പോൾ വാർത്തകളിൽ വരുന്ന പോലെ ആരെങ്കിലും ഇത് മനസ്സിലാക്കി അത് കേസ് കൊടുക്കുകയോ അങ്ങനെയൊന്നും അല്ല സംഭവിച്ചിരിക്കുന്നത്. ഇത്തരം മോഷണം അവിടെ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് ട്രസ്റ്റാണ്. അതിൻ്റെ സംശയം വന്നപ്പോൾ തന്നെ അതിനുള്ള പല നടപടികളും എടുത്തു. പലപ്പോഴും ഇന്ന് പലരും ചർച്ച ചെയ്യുന്നത് അത്തരം നടപടികളൊന്നും എടുത്തില്ല. അതല്ല, കൃത്യമായിട്ടും നടപടികളെടുത്തു. അത്തരം നടപടികളെടുത്തതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരമൊരു മോഷണം കണ്ടുപിടിക്കപ്പെട്ടതും ആരൊക്കെയാണ് അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നുള്ളത് അറിഞ്ഞതും. SIT അന്വേഷിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണമായിട്ടും തെളിവ് ഉൾപ്പെടെ, അത് ആരൊക്കെ എന്തൊക്കെ ചെയ്തു എന്നുള്ള തെളിവ് ഉൾപ്പെടെയാണ് ട്രസ്റ്റ് കൊടുത്തതും. ട്രസ്റ്റ് തന്നെയാണ് ഈ കേസ് കൊടുത്തതും FIR രജിസ്റ്റർ ചെയ്തതൊക്കെ. അതുകൊണ്ട് തീർച്ചയായിട്ടും ട്രസ്റ്റ് ഈ മോഷണം കണ്ടെത്തി അതിൽ ഉൾപ്പെട്ടവരെ തിരിഞ്ഞു പിടിച്ച് അവരുടെ പേരെ കേസെടുക്കുകയും ആ സ്വത്തുകൾ കണ്ടെടുക്കുകയും എല്ലാം ചെയ്യുന്ന തരത്തിലേക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം വിഷയങ്ങൾ ട്രസ്റ്റ് അതിന്റെ ഭാഗത്തുനിന്നുള്ള പിഴവല്ല. നേതാവിന്റെ ഈ അയോധ്യ രാമക്ഷേത്രത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചു എന്ന് പറയുന്ന ചമ്പത് റായ്, ഇപ്പോൾ അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട് ട്രസ്റ്റിന്റെ നേതൃസ്ഥാനം. അദ്ദേഹത്തിന്റെ ഡ്രൈവർ ആയിരുന്നു ഏറെക്കാലം. അത് വിശ്വന്ത് പ്രസിൻ്റെ ഡ്രൈവറാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്ന പല കാര്യങ്ങളും ശരിയായ രീതിയിലല്ല. ഇപ്പോൾ വിശ്വന്ത് പ്രസിൻ്റെ ഡ്രൈവറാണ്. അത് ചമ്പത് റായ്ജിക്ക് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഡ്രൈവറോ അത് പേഴ്സണൽ വെഹിക്കിളോ ഒന്നും ഉള്ള ആളല്ല ചമ്പത് റായ്ജി. അദ്ദേഹം ഒരു സംഘപ്രചാരകനാണ്. അദ്ദേഹത്തെ വിശ്വന്ത് പ്രസിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടൊരു വ്യക്തിയാണ്. കുടുംബമോ മറ്റ് പ്രാരബ്ധങ്ങളോ ബന്ധങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. പൂർണ്ണമായിട്ടും വർഷങ്ങളായിട്ട് സമൂഹത്തിന് വേണ്ടിയിട്ട്, സമൂഹ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട്, ഹൈന്ദവ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. നമുക്കറിയാം, ഈ വിശ്വന്ത് പ്രസിൻ്റെ അനിശ്ചിത നേതാവായിരുന്ന അശോക് സിംഗാൾജി, അദ്ദേഹം ദിവംഗതനായതിനു ശേഷമാണ് ആ ചുമതലയിലേക്ക് ഇദ്ദേഹം വരികയും അദ്ദേഹം പൂർണ്ണമായിട്ടും നമുക്കറിയാം ഈ ശ്രീരാമക്ഷേത്രത്തിൻ്റെ കേസുകളെല്ലാം നടത്തുകയും ഇപ്പോൾ നമ്മൾ കേസിനെ വിജയിച്ചതും അതുപോലെ തന്നെ പിന്നീട് നടന്ന കാര്യങ്ങളും ഇപ്പോൾ കൺസ്ട്രക്ഷൻ ഉൾപ്പെടെ, അത് കേസ് മുതൽ ഈ ഇപ്പം നമ്മൾ കാണുന്ന തരത്തിൽ വരെ അയോധ്യ ക്ഷേത്രത്തെ എത്തിച്ചതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അദ്ദേഹം തന്നെയായിരുന്നു. പൂർണ്ണ സമയം അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമാണ്. അത്രയും കമ്മിറ്റഡ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഉത്തരവാദിത്തം മാത്രമാണോ അദ്ദേഹത്തിനുള്ളത്? ഇപ്പൊ താങ്കൾ അദ്ദേഹത്തിന്റെ ജീവിത സബരിയെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിന് ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ല, അദ്ദേഹത്തിന് ഒരു കുടുംബമില്ല, അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ ഈ രാമക്ഷേത്രം എന്നൊരൊറ്റ ലക്ഷ്യവുമായി മുന്നോട്ട് പോയ വ്യക്തിയാണെന്നൊക്കെ താങ്കൾ വാചാലനായി. ശരി, അദ്ദേഹം ആയിരുന്നല്ലോ ഇതിന്റെ എല്ലാം. താങ്കൾ തന്നെ അത് സ്ഥിരീകരിക്കുന്നു. അപ്പോൾ അവിടെ ഇത്രയും വലിയൊരു തട്ടിപ്പ്, കോടികൾ നോക്കൂ. ഈ കാണിക്ക എണ്ണുന്ന റൂമിൽ ആ CCTV ക്യാമറയ്ക്ക് 45 ദിവസത്തെ മാത്രം ആയുസാണ്. 45 ദിവസം കഴിഞ്ഞാൽ അത്ഭുതമാണ്, അത് മാഞ്ഞു പോകും. ഇനിയിപ്പോൾ SIT രൂപീകരിച്ചാലും അത് വീണ്ടെടുക്കാൻ കഴിയുമോ എന്നറിയില്ല. അപ്പോൾ എത്ര കാലം മുൻപ് ഈ തട്ടിപ്പ് തുടങ്ങിയിട്ടുണ്ട് അറിയില്ല. എത്ര കോടികൾ തട്ടിച്ചിട്ടുണ്ട് അറിയില്ല. അറിയാൻ വല്ല വഴിയുണ്ടോ? തീർച്ചയായിട്ടും ഇതെല്ലാം തെറ്റായ വിവരണങ്ങളാണ്. ഞാൻ ഓരോന്നായിട്ട് പറയാം. CCTV ക്യാമറ ഞാനും ഉപയോഗിക്കുന്ന ആളാണ്. എൻ്റെ വീട്ടിന് ചുറ്റിനും CCTV ക്യാമറ ഉണ്ട്. ഈ CCTV ക്യാമറയുടെ ആയുസ് എന്ന് പറയുന്നത് അതിനകത്തെ ഹാർഡ് ഡിസ്കിൻ്റെ ടൈമാണ്, എത്ര സമയം വരെ റെക്കോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്.
അതിൻ്റെ അർത്ഥം അത് ഇല്ലാതാകുകയല്ല. നമ്മൾ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന CCTV ക്യാമറയുടെ സമയത്തിന് മുമ്പ് തന്നെ അത് റെക്കോർഡ് ചെയ്യപ്പെടും, വേറെ ഡ്രൈവിലേക്ക് റെക്കോർഡ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അതല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കാനായിട്ട് പലയിടത്തും, ഇത് മാത്രമല്ല പലയിടത്തും സാധിക്കും. അതുകൊണ്ട് അതിൻ്റെ ആയുസ് ഈ പറഞ്ഞ കുറച്ച് ദിവസമല്ല, അതിൻ്റെ റെക്കോർഡിങ്സ് വേറെ സ്ഥലത്തേക്ക് മാറ്റും. കാരണം വെച്ചാൽ അതിന് പരിമിതമായ റെക്കോർഡിങ് ആ സംവിധാനത്തിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് റെക്കോർഡ് ചെയ്യപ്പെടും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കാരണം അത്രയല്ലേ മെമ്മറി ഉണ്ടാകുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, 45 ദിവസം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഡിലീറ്റ് ആണ്. മാത്രമല്ല അല്ലല്ല, അതിന് ശേഷമല്ല ഞാൻ പറയുന്നത്. ഈ ഡിലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെ ഇത്തരം CCTV ക്യാമറകൾ അങ്ങനെ അതിൻ്റെ റെക്കോർഡിങ്സ് സൂക്ഷിക്കും. അല്ലാതെ ഇത് അതിൻ്റെ പരിമിതമാണ്. പക്ഷേ നമുക്കറിയാം, നമ്മുടെ മൊബൈൽ ഫോണിൽ ലിമിറ്റഡ് കപ്പാസിറ്റി ഉള്ളൂ. പക്ഷെ അതിൽ നമ്മൾ എടുക്കുന്ന വീഡിയോ, ഫോട്ടോയോ അതിൻ്റെ കപ്പാസിറ്റി തീർന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടനെ അത് ഹാർഡ് ഡിസ്കിലേക്ക് അല്ലെങ്കിൽ ലാപ്ടോപ്പിലേക്ക് അല്ലെങ്കിൽ ക്ലൗഡ്, ഇന്നിപ്പോൾ ക്ലൗഡിലാണ് എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അതുകൊണ്ട് അത് നശിപ്പിച്ചു എന്നുള്ളത് ശരിയല്ല. രണ്ടാമത്തെ കാര്യം, ഈ CCTV ക്യാമറ അവിടെ വെച്ചതിനും മാത്രമല്ല, ഒന്നല്ല, വീണ്ടും ഒളിക്യാമറ വരെ അതിനകത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ആ ഒളിക്യാമറയിലാണ് പല ദൃശ്യങ്ങളും കിട്ടിയത്. ഇതെല്ലാം ട്രസ്റ്റിന് കിട്ടിയ ഇൻഫർമേഷന്റെ ബേസിസിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നതും. അല്ലാതെ വെറുതെ സംഭവിച്ചല്ല. അല്ല, അതാണ് നമ്മൾ അറിയേണ്ട വിഷയം. അതായത് ഈ പറഞ്ഞ ചില വ്യക്തികൾ, ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിരുന്ന വ്യക്തികളുടെ സാമ്പത്തികമായിട്ടുള്ള നില വ്യത്യാസപ്പെടുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ട്രസ്റ്റ് തന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് അവരെ നിരീക്ഷിച്ചിരുന്നു. അങ്ങനെ നിരീക്ഷിച്ചതിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്ത കുറ്റകൃത്യങ്ങൾ അത് തെളിയിക്കാനായിട്ടുള്ള സംവിധാനം ചൊരുക്കി, എക്സ്പാർട്ട് ഫ്രം ഈ പറഞ്ഞ സാധാരണക്കാർ കാണാവുന്ന CCTV ക്യാമറ മാത്രമല്ല, ഒളിക്യാമറയും വെച്ചിട്ട് അതിൽ നിന്ന് കിട്ടിയ ദൃശ്യങ്ങളും അതിൽ നിന്ന് കിട്ടിയ മറ്റേ തെളിവുകളും വെച്ചിട്ടാണ് SIT കൈമാറി. കൃത്യമായിട്ട് നമുക്കറിയാം എത്ര പെട്ടെന്നാണ് ഇപ്പോൾ ഈ ശബരിമല കേസിലൊക്കെ SITക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് എത്ര നാൾ കഴിഞ്ഞാണ് ഉന്നയിച്ചപ്പോൾ എന്തിനാണ് ഈ ചമ്പൽ റായ് പറഞ്ഞത് ഇതൊരു ഗൂഢാലോചനയാണെന്ന്? തെളിവുകൾ ശേഖരിക്കുകയായിരുന്നു നിങ്ങൾ, ഒളിക്യാമറകൾ വെച്ച് തെളിവുകൾ ശേഖരിക്കുകയായിരുന്നെങ്കിൽ അത് ഗൂഢാലോചനയാണ് എന്ന ഒരു വീഡിയോ സന്ദേശമാണ് വന്നത്. ഞാൻ പറയുന്നത് ഈ പൊളിറ്റിസൈസ് ചെയ്യുന്നതിന്റെ പിറകിലൊരു ഗൂഢാലോചനയുണ്ട്. പൊളിറ്റിസൈസ് ചെയ്യാണിപ്പോൾ. കാരണം ഈ സമാജ്വാദി പാർട്ടി എന്താണ് ഈ ക്ഷേത്രത്തോട് കാണിച്ചത് നമ്മൾ ആദ്യം അറിയണം. അതായത് ആ ക്ഷേത്രത്തിന് വേണ്ടി പൊരുതിയ കരസേവകരെ വെടിവെച്ചു വന്ന പാർട്ടിയാണ് സമാജ്വാദി പാർട്ടി. ഇന്നേ ദിവസം വരെ അഖിലേഷ് യാദവ് ക്ഷേത്രത്തിൽ പ്രവേശിച്ചിട്ടില്ല. അവർ തുടക്കം മുതൽ എതിർക്കുകയാണ്. ഇപ്പം എന്താണ് അവരുടെ താല്പര്യം? ഇപ്പോൾ ഇലക്ഷൻ വരുന്നതുകൊണ്ട് ഉത്തർപ്രദേശിലെ താല്പര്യമാണ്. അതായത് അവർക്ക് മറ്റാർക്കുമല്ല, ശരിക്കും തീർത്ഥക്ഷേത്ര ട്രസ്റ്റാണ് ഈ കളവ് കണ്ടുപിടിച്ചതും അവരുടെ പേര് ഒന്ന് ആലോചിച്ച് നോക്കുക. FIR ഒന്ന് പരിശോധിച്ച് നോക്കുക ആദ്യം. FIR ആരാണ് ഈ ഫയൽ ചെയ്തിരിക്കുന്നത്, കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്? അത് ട്രസ്റ്റാണ്. അതുപോലെ തന്നെ അതിനകത്തെ വകുപ്പ് എന്താണെന്ന് നോക്കൂ. ആദ്യത്തെ വകുപ്പ് തന്നെ 306 എന്താണ് 306 വകുപ്പ്? നമ്മൾ നമ്മുടെ സേവകരായിട്ട്, സർവൻ്റായിട്ട് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കുന്നവർ കാണിക്കുന്ന കളവുകൾക്കെതിരെയുള്ള കേസാണ് 306. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം. എൻ്റെ വീട്ടിൽ ഞാൻ നിയോഗിച്ച ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു തൊഴിലാളി അല്ലെങ്കിൽ ഒരു സർവൻറ്റ് ഒരു കളവ് നടത്തി, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഞാൻ CCTV ക്യാമറ വെച്ചത് കൺഫേം ചെയ്യുകയാണ് ഇയാളിത് ചെയ്യുന്നുണ്ടെന്നുള്ളത്. കൺഫർമേഷൻ വന്നതിന് ശേഷം ഞാൻ പോലീസിൽ പരാതിപ്പെടുന്നു. ഈ മനുഷ്യൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇന്ന സാധനങ്ങൾ മോഷ്ടിച്ചു, ഇതേ തെളിവ് ഉൾപ്പെടെ കൊടുക്കുകയാണ്. അങ്ങനെ തെളിവ് കൊടുത്ത സമയത്ത് ഈ ആളുകൾ എന്താ, ഈ അഖിലേഷ് യാദവും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആവശ്യപ്പെടുന്നത് എന്താ? ഈ മോഷ്ടിച്ച ആളെ അറസ്റ്റ് ചെയ്യാനല്ല, അതിൻ്റെ ഉടമസ്ഥനെ എന്നെ അറസ്റ്റ് ചെയ്യാൻ പറയുന്ന പോലെയാണ് ഇപ്പോൾ ചമ്പത് റായിക്കെതിരെ ട്രസ്റ്റിനെതിരെ നീങ്ങുന്നതെന്ന് ആദ്യം എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യം വരുമ്പോൾ കുറച്ചൊന്ന് ബുദ്ധിപൂർവ്വം ആലോചിച്ചിട്ട് വേണം കാര്യങ്ങൾ കാണാനായിട്ട്. അതായത് കംപ്ലൈന്റ് കൊടുത്തപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ മോഷണം നടന്നു പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് പ്രതിയാവുക?